ഹായ് ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അഭിയിട്ടൊരു പ്ലാനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ കുറച്ച് ചെടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായി, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ. അപ്പൊ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് തുടങ്ങിയതാ. പക്ഷെ അപ്പൊ അബിക്ക് ഒരു ആഗ്രഹം, നമുക്ക് B&Q എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഫുൾ ചെടികളും വീടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഒരു കടയാണ്. ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അബിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം, ആ കടയിൽ പോയിട്ട് നമുക്ക് നല്ല കുറച്ച് ചെടികളും നല്ല കുറച്ച് ഐഡിയാസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഈ ചെടീനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാമെന്നാണ് അവനിപ്പോൾ പറയുന്നത്. അബി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളൊന്ന് ഇരുന്ന് തുടങ്ങിയതാണ്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെയാണല്ലോ പ്ലാൻ ഉണ്ടാകുന്നത്. നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന ഐഡിയാസിന്റെ പുറകെ ഞങ്ങൾ പോവുകയാണ്. ചുമ്മാ അഭിജിത്ത് രാജീവിന്റെ ഒരു ആഗ്രഹം സാധിക്കാൻ പോവാണ് ഗൈസ്. എന്നോടിപ്പോ ഒരു കുറഞ്ഞത് ഒരു 5-6 വട്ടമായിട്ട് എന്നോട് പറയുന്നുണ്ട് ബോൺസായി വാങ്ങാം. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെയും ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ബോൺസായി കണ്ടു. അപ്പത്തൊട്ട് അബിക്ക് വേണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നിന്റെ ബർത്ത്ഡേ വല്ല ഇപ്പൊ ആയിരുന്നെങ്കിൽ ഞാൻ ബോൺസായി ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ B&Qയിൽ പോയിട്ട് നോക്കട്ടെ, നല്ല വല്ല ഉണ്ടെങ്കിൽ നമുക്ക് അവരെ മേടിച്ചു കൊടുക്കാം. അപ്പൊ ഞങ്ങൾ B&Qയിൽ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ ചെടികളെല്ലാം എടുത്ത് വെച്ച്, നമ്മുടെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആ മണ്ണൊക്കെ എടുത്ത് നമ്മളെന്നാ പരിപാടി തുടങ്ങാന്ന് വിചാരിച്ചപ്പോഴാണ് അബിത ഈ പേപ്പർ കണ്ടപ്പോഴല്ലേ നിനക്ക് പോകാൻ തോന്നിയേ? ഈ പേപ്പർ വായിച്ചപ്പോ പുള്ളി ഒരു പോന്നൊക്കെ. ആ പിള്ളേരെന്തെങ്കിലും ഒക്കെ ആഗ്രഹം പറഞ്ഞാൽ പിന്നെ ചെയ്തു കൊടുക്കണമല്ലോ. പക്ഷെ പോയ വഴിക്ക് ചെറുതായിട്ടൊന്ന് ഞങ്ങളുടെ വഴി തെറ്റിപ്പോയി. ഞങ്ങൾ ചെരുപ്പും ഷൂസൊക്കെ നോക്കാനായിട്ട് സ്പോർട്സ് ഡയറക്റ്റിൽ കയറി. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? അവനൊരു ഷർട്ടും അതല്ലേലും അങ്ങനെ എനിക്കെന്ന് പറഞ്ഞാൽ കയറും. എന്നിട്ട് അവസാനം എനിക്ക് ഷർട്ട് അത്രയ്ക്ക് ഇഷ്ടമായില്ല, കൊള്ളാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയെങ്കിലും നമ്മൾ പിന്നെ തിരിച്ച് ഞാൻ പറയാം നബി, ഇതൊക്കെ നമുക്ക് പിന്നെ വന്ന് നോക്കാം. അവൻ ആ ജിമ്മിൻ്റെ ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഭയങ്കര തിൻ മെറ്റീരിയലായിരുന്നു, കുറച്ച് ടൈറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി, B&Qയിൽ. ഇനി എന്നെ അറിയത്തില്ലല്ലോ. ഞങ്ങൾ അവിടുന്ന് ആദ്യം തന്നെ പോയത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കുട്ടി പ്ലാന്റ്സ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ മറ്റേ ഫ്ലൈ ട്രാപ്പ്. നമ്മൾ ഇതെന്തായാലും നമ്മൾ എടുത്തു. ഞാൻ എന്താ വെക്കുന്നത്? ഈ ചെടികളുടെയൊക്കെ പ്രൈസ് വന്നിട്ട് ഒരു 600 രൂപ തൊട്ട് 1000 രൂപയുടെ ഇടയ്ക്കൊക്കെയാണ് കേട്ടോ, നമ്മളിപ്പോൾ കണ്ടതിൻ്റെയൊക്കെ. ആൻഡ് അവിടെ ഓറഞ്ചിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ബോൺസായി കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് വന്നിട്ട് 2000 രൂപയാണ്. അങ്ങനെ അബി നോക്കി നടന്ന സംഭവത്തിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ബോൺസായി പക്ഷെ അവൻ ഇഷ്ടമായില്ല. അവൻ സെയിൻസ്ബറിയിൽ എന്തോ നല്ല എന്തോ കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളത് എടുത്തില്ല ഇവിടുന്ന്. നമ്മളിവിടെ ലാസ്റ്റ് വന്ന എന്നാന്ന് ഓർക്കുന്നുണ്ടോ? 1 വർഷം മുമ്പ് ഞാനിവിടെ വന്ന ടൈമിൽ അതൊരു വ്ളോഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ B&Qയിലൂടെ ഭയങ്കര രസം കേട്ടോ. ഒരു വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതായത് കണ്ടില്ലേ, ഒരു വീട് പണിയാണ് ഫ്രം സ്ക്രാച്ച്. നല്ല രസം ഇത് വഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കണ്ടോ, കുറേ മണി പ്ലാന്റും. ഞാൻ എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ മിസ് ചെയ്യുന്നു. നമ്മളിപ്പം നിൽക്കുന്നത് ഫുള്ള് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഏരിയയിലാണ്. ആൻഡ് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ പറഞ്ഞ കണക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അബിക്ക് ഇങ്ങനെ ഈ കടയിൽ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെയാണ്. കാരണം അവൻ നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നാട്ടിലായിരുന്നപ്പോഴും. അപ്പോൾ ഇതുപോലെ കുറേ മറ്റേ പാക്കറ്റിൽ നമ്മുടെ സീസണലായിട്ട് വരുന്ന ഫ്ലവേഴ്സും പിന്നെ അതുപോലെ വെജീസിൻ്റെ ഒക്കെ കുറേ നമുക്ക് സീഡ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ പീസ് ലില്ലി ഒരുപാടുണ്ട്. അപ്പം നമുക്കതിനെ ഇങ്ങനെ റിപ്പോർട്ടൊക്കെ ചെയ്യണം. ഞാൻ ഇങ്ങനെ ക്യൂട്ടായിട്ട് കണ്ട ഒരു കാഴ്ച, അബി ഇങ്ങനെ ആ ബോൺസായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനോട് എനിക്ക് അത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു, കാരണം വി ഹാവ് സീൻ ബെറ്റർ. അപ്പോൾ നമ്മൾ ഓർത്തു എന്തിനാ വെറുതെ ഇതിങ്ങനെ എടുക്കണം. പക്ഷെ അവനിങ്ങനെ മനസ്സിലായി അത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ സർപ്രൈസ് ചെയ്യാൻ കുറേ നോക്കി ഗൈസ്, പക്ഷേ എനിക്ക് എവിടുന്നും കിട്ടിയില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരെ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. അതിനുശേഷം ഞങ്ങളിത് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഏരിയയിലേക്ക് പോയിരിക്കുകയാണ്.
ഇവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഒരു വേറെ തന്നെ ഒരു സ്ഥലത്തെത്തിയ പോലത്തെ ഒരു ഫീലാണ്. കാരണം നമുക്കിതൊന്നും മേടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒന്നാമത്തെ കാര്യം. കാരണം നമുക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്കിതൊന്നും വളർത്താൻ പറ്റില്ല. പിന്നെ ഇതിനെല്ലാം സൂര്യനെ വേണമല്ലോ. UK ആകെ സൂര്യനെ കിട്ടുന്ന കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പം കുറച്ച് നാളിങ്ങനെ പൂവൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഭാവി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടിങ്ങനെ പോകാനായിട്ട്. ഇപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലൈംബേഴ്സൊക്കെയാണ്. പിന്നെ ഇങ്ങനെ ഇതുപോലെ പല ടൈപ്പ് വെറൈറ്റീസിൻ്റെ മിക്സൊക്കെ നമുക്ക് കിട്ടും. നല്ല സീസണലി ഫ്ലവറിങ് ചെയ്യുന്നത്, പിന്നെ ഫുൾ ടൈം എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് പണ്ടെൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പണ്ടല്ല ഇപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തതും മനസ്സിലായിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ട് ഒരുപാട് വെറൈറ്റീസ്. അപ്പം നിങ്ങൾ പ്ലാന്റ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു UK കിട്ടാവുന്നതും കാണാവുന്നതുമായിട്ടുള്ള എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടും. ഇത് വന്നിട്ട് റോസിൻ്റെ ഏരിയ ആണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ മറ്റേ ഗാർഡനൊക്കെ കിട്ടുന്ന ഒരു സമയത്ത് ഇങ്ങനെ കുറേ റോസൊക്കെ പിടിപ്പിക്കണം എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല തഴച്ച് വളരുന്ന റോസ് ബ്രീഡ്സൊക്കെ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ആ കണ്ടതൊക്കെ. പിന്നെ അതേ കുറേ ഞാൻ പറയില്ലേ കുറേ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്ലൈംബർ ടൈപ്പ് അങ്ങനെ എല്ലാം നല്ല രസമാണ് അവിടെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതാ ഔട്ട്സൈഡ് ആയിട്ടുള്ള വെക്കുന്ന ചട്ടികൾ, അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ക്ഷമയിൽ നിന്നുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഞാൻ എടുത്താണ്. കണ്ടോ ഈ വയലറ്റ് പൂവൊക്കെ എന്ത് രസമല്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അബീനെ കണ്ടില്ല കേട്ടോ, ലിറ്ററലി. അവൻ ലോസ്റ്റ് ആയിരുന്നു, അവൻ വേറെ ഏതോ സ്ഥലത്തോട്ട് പോയിരുന്നു. എനിക്ക് ഈ മഞ്ഞപ്പൂ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കത് വാങ്ങണമുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെയിലത്ത് അങ്ങനെ വളർത്താൻ പറ്റില്ലല്ലോ. ഇതൊന്നും ഇൻഡോറിൽ നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ കണ്ടില്ല, അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് അബി ഇങ്ങനെ പേറിൻ്റെയും ആപ്പിളിൻ്റെയൊക്കെ മരങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു. ഇവിടെ ആപ്പിൾ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും കാണുന്നതാണല്ലോ. അപ്പം നമുക്കത് വീട്ടിലൊക്കെ വളർത്താൻ പറ്റും. ചെറി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ വരുന്ന ഒരു 4000-3000 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ രസമായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്ട്രോബെറീൻ്റെ അപ്പം ഇങ്ങനെ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാട്ടോ. പിന്നെ ലാവൻഡർ, നിങ്ങൾക്കറിയാമല്ലോ ലാവൻഡറിൻ്റെ സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്, ടൈമായി. അപ്പോൾ ഈ ഫ്ലവേഴ്സ് മാത്രമല്ല, നിങ്ങൾ നേരത്തെ കണ്ടത് അവിടെ ഫ്ലവേഴ്സ് കീപ്പ് ചെയ്യാനുള്ള ബെഡ്, നമുക്ക് മണ്ണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരൊറ്റ കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ നല്ല രസമായിരുന്നു ഗൈസ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ. അതിൻ്റെ അവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ ഞാനിങ്ങനെ നോട്ടീസ് ചെയ്തപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ജോലി ചെയ്യുന്നത്. എനിക്ക് അറിയത്തില്ല എന്താ വാങ്ങണ്ടേന്ന്. അപ്പോൾ ഞാൻ എന്തായാലും അകത്തേക്ക് പോട്ടെ. ഭയങ്കര കൺഫ്യൂസ്ഡ് ആൻഡ് ഭയങ്കര ഓവർവെൽംഡ്. കുറേ പ്ലാൻസ് ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ കണ്ണു മുന്നിളിച്ച് പോവാന്നൊക്കെ പറയില്ല, അതുപോലെ ഇങ്ങനെ കുറേ പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സും ഇത്രയും വെറൈറ്റി ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സമ്മർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൂര്യനെ കാണാതെ ഇതെല്ലാം ചത്തു പോകുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ അത് കുറച്ച് വിഷമമാണ്. അപ്പോൾ എങ്ങനെയാ വല്ലതും എടുക്കുന്നുണ്ടോ? നമ്മളൊരു ഫേൺ, ഞങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ് അല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു ഫേൺ എടുത്ത് വെച്ച് വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് കാണാം. ഞാനത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ പാളിപ്പോയെങ്കിലും ഇപ്പം എനിക്ക് സക്സസ് ആയിരുന്നു. ഇപ്പം ഞാൻ വിടുവാണ്. ക്ലോസ് നൈസ് ഒരു ഫീല്. അങ്ങനെ സയൻസ് ബുക്കിൽ പഠിച്ച കാര്യം ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ 2 ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് എടുത്തു. അബിക്ക് ആ പാം കണ്ടപ്പോൾ അതുകൂടെ എടുക്കണം എന്ന് തോന്നി, അങ്ങനെ അതും എടുത്തു. അപ്പോൾ അബി ബില്ല് ചെയ്യാൻ പോയിരിക്കുകയാണ്, ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മുടെ ഇനി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ച് വീട്ടിൽ പോകണം, കുറച്ച് ചട്ടികളും കൂടെ വാങ്ങണം. അബിക്ക് ബോൺസായി എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള മോറിസൺസിൽ ഞങ്ങൾ കയറി. ഇവിടെയും ഇതുപോലെ അത്യാവശ്യം നല്ലൊരു ചെടിയുടെ കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു എന്തെങ്കിലും ബോൺസായി നല്ല വല്ലതും ഉണ്ടോ. പക്ഷെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ ബോൺസായി വാങ്ങിക്കാനാണ് കയറിയെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം ഒരു പർച്ചേസൊക്കെ നടത്തി. ഇതാ ഈ ഒരു ഐറ്റം എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ആ കരിക്കൊക്കെ കുടിച്ച് ഐശ്വര്യമായിട്ട് ഇതാ നമ്മൾ കളത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴേ ഇതിൽ കയറി പിടിച്ചത്. ആൻഡ് ഞങ്ങളുടെ കൂടെ അനുവും ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് അബിയുടെ സിസ്റ്റർ വിളിക്കുമായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് അവളും ഉണ്ടായിരുന്നു കോളിൽ.
അപ്പോൾ 9 മണിക്ക് ഇത് തുടങ്ങുമ്പോൾ എനിക്കറിയാം എന്തായാലും നല്ലൊരു സമയം ഇതിനു വേണ്ടി പോകുമെന്ന്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവളോട് സംസാരിച്ച് പാരലലി നമ്മുടെ ഫസ്റ്റ് ചെടിയിൽ നിന്ന് തുടങ്ങി. നമുക്ക് ഈ ചെടീനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റൂട്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് എന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയിൽ ഗ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതലായി നമ്മൾ അതിനെ റീപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിനെ മൊത്തം എടുത്തിട്ട് നമ്മൾ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അബി എനിക്ക് ട്രെയിനിങ് ഒക്കെ തരുന്നത് കേൾക്കാം. അയ്യോ അത് കുറച്ച് ടാസ്ക്കാണ്. വീട്ടിലെ ചെടികളൊക്കെ ഞാനാ വളർത്തി. ഭയങ്കര സന്തോഷം മണ്ണിന്റെ അകത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട്. അമ്പിയെ കാണിക്കാം വ്ളോഗില്. കമ്മണിയാണോ? എടാ ചക്കരക്കുട്ട കമ്മണിയാണോ? കമ്മണിയാണോടാ? കമ്മണി ആണോടാ? ആണോടാ? ചക്കരക്കുട്ടനാണോടാ? മിടുക്കൻ, മിടുമിടുക്കൻ, മിടുമിടുക്കൻ. എന്തുവാടാ? എന്തുവാടാ? അപ്പോൾ എന്നെ ഓടിച്ചു വിട്ടിട്ട് അഭികവർ ഇരിക്കുകയാണ്. കാരണം ഇവന് ഈ പരിപാടി ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരാൾക്കല്ലേ ചെയ്യാൻ പറ്റൂ അല്ലേ? നമ്മളതിൻ്റെ റൂട്ടോടെ കിട്ടുന്ന രീതി ഓടിച്ചെടുക്കണം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ അത് ഫുൾ കില്ല് ചെയ്യുന്നു. അത് കളിച്ചോളൂ. അപ്പം ഞാൻ അങ്ങനെ എടുക്കുമായിരുന്നല്ലോ, കുറച്ച് ബ്രേക്ക് ആയ കുഴപ്പമില്ലേ? ഇല്ല, ഇതിന് എനിക്ക് തോന്നുന്നു 2 ഇതിലോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ളതുണ്ട്. അതല്ലേ ഇവനെ കിട്ടും. റൂട്ടോടെടുക്കും. എനിക്കറിയുന്ന കാലം തൊട്ടേ അഭി ഭയങ്കരമായിട്ട് ഗാർഡനിങ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. നാട്ടിൽ നമ്മുടെ വീട്ടിൽ വെച്ചാണെങ്കിൽ അഭി ഇങ്ങനെ ചെടികളോടൊക്കെ സംസാരിക്കും വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ. അവന് ഒരുപാട് സമയം എടുത്താണ് അതൊക്കെ പരിചരിച്ച് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ക്ഷമ കാണുമോ, ഇങ്ങനെ ചെടിയുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചും ഒക്കെ ഇങ്ങനെ കുറേ സമയം എടുത്തൊക്കെയെന്ന്. പക്ഷേ എനിക്കറിയാം ഇന്നവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ ഈ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിങ്ങനെ അവനെ ഒബ്സർവ് ചെയ്യുന്നു, ഭയങ്കര ജെൻറ്റിലായിട്ടാണ് അവൻ ഹാൻഡിൽ ചെയ്യുന്നതും. അതിൽ നിന്നൊക്കെ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു. നമുക്ക് കയ്യിൽ മണ്ണില്ല, എടുത്തോട്ടെ ഫോൺ എടുത്തോ. എനിക്കിപ്പോ വിടാൻ പറ്റില്ല, പിടി വിട്ട് കഴിഞ്ഞാൽ ഞാൻ പിടിക്കാം. അതിലുണ്ടല്ലോ ഓൾറെഡി. പക്ഷെ ഇത് വെക്കാനായിട്ട് എന്തായാലും ഇപ്പൊ വേണമല്ലോ. ഒരെണ്ണത്തിൽ വെക്കാന്നത് അത് മൊത്തം ഒരെണ്ണത്തിൽ വെക്കാം.
ഓ എന്തോരം ഉണ്ടെന്നല്ലേ കാപ്പി. പെർലൈറ്റും പിന്നെ ചകിരിച്ചോറ് പോലത്തെ ഒരു മിക്സ്ചറും കൂടെ മിക്സ് ചെയ്തതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ സോയിൽ ഫില്ലിങ് അതാണ്. ഇപ്പോൾ ഈ പെർലൈറ്റ് ഈ വെള്ള കളറിലെ സാധനമാണ്, അത് പൊടിച്ച് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വാട്ടർ അബ്സോർപ്ഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നല്ല ഈർപ്പം നിൽക്കാനൊക്കെ ആയിട്ട് നല്ലൊരു മെത്തേഡാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ചെടീനെ ഞാൻ നൈസായിട്ട് ഫില്ല് ചെയ്തു. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മണ്ണിലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ, മണ്ണല്ല ലൈക്ക് അതിൽ പിടിക്കുമ്പോൾ ഒരു ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫേൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫേൺ മേടിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേൺ ഈർപ്പം കളക്ട് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ വെക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. ഞാൻ ഒരു കിടിലൻ ചട്ടി അതിന് വേണ്ടി സെപ്പറേറ്റ് മേടിച്ചപ്പോൾ എനിക്ക് ആ ഫേണിനെ അങ്ങോട്ട് മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ എന്ത് ജെൻറ്റലായിട്ട് എന്ത് സ്നേഹത്തോടെ അതെല്ലാം ചെയ്യുന്നത്. എന്നോട് പോലും ഇത്രയും സ്നേഹം കാണിച്ചിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഫേണിനെ രണ്ടായിട്ട് മാറ്റി ഒരു ചെറിയ വേറൊരു ചട്ടിയിലും കൂടെ മാറ്റിയെടുത്ത് വളർത്തിയെടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി. കാരണം യൂഷ്വലി സാറ്റർഡേ സൺഡേ നമ്മൾ മിക്കവാറും ബിസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര റീസെറ്റിംഗ് പോലെ തോന്നി. നല്ലൊരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ ഗ്രീൻ പ്ലാന്റ്സ് എല്ലാം നല്ല പണിയായിരുന്നല്ലേ നമ്മൾ കയറി പിടിച്ചത്. പക്ഷേ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്താ പറയുക ചെടികളും അതിഥികളും ഒക്കെ ഇങ്ങനെ കൂടി വരട്ടെ. നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ്സും ഗാർഡനിങ്ങും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പിന്നീട് ചെറിഷ് ചെയ്യാനായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴായിരുന്നു ശരിക്കും ഇതൊക്കെ